നസ്കർ PV അൻവറിന്റെ മുമ്പിൽ UDF അടച്ച വാതിൽ തുറക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്നും ഇനി അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും റിവ്യൂ കമ്മിറ്റി പരിഗണിക്കുമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PV അൻവർ വാതിലിന് പുറത്ത് തന്നെ ആണ് എന്നുമാണ് ഇന്നലെ ഏഷ്യാനെറ്റിന് വിനു ജോണിന് അനുവദിച്ച ഇന്റർവ്യൂവിൽ VD സതീശൻ പറഞ്ഞത്. ഇനി അൻവറിനെ UDF-ലേക്ക് ക്ഷണിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ ആ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു. അത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. ഞാൻ പുറത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ വാതിലടച്ചു. UDF-ൽ അതിനെക്കുറിച്ചൊരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല. അത് UDF തീരുമാനമാണ്. കാരണം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങിയാൽ നമ്മളെപ്പോഴും വഴങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് താൻ ജയിക്കുമെന്നും 73,000 വോട്ടിൽ അധികം നേടുമെന്നും ഇടതുപക്ഷത്തിന് 40% വോട്ടെങ്കിലും നേടിയില്ലെങ്കിൽ തൻ്റെ ചെവി മുറിക്കാമെന്നും ഒക്കെ പറഞ്ഞ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മത്സര രംഗത്തിറങ്ങിയ PV അൻവർ 8 നിലയിൽ പൊട്ടിയിട്ടും രാഷ്ട്രീയമായി തീർത്തും അപ്രസക്തനായിട്ടും അൻവറിന്റെ വിജയമായി ആഘോഷിച്ചവരാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചില നേതാക്കളും. അൻവറിൽ നിന്നും വ്യക്തിപരമായി നേട്ടം കൈവരിക്കുന്ന ഇവരൊക്കെ ഈ നാണം കെട്ട തോൽവിയെയും വിജയമായി ചിത്രീകരിച്ചു. നിലമ്പൂർ കേന്ദ്രീകരിച്ച് 1.5 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച അതിൽ 9 വർഷം MLA ആയി സേവനമനുഷ്ഠിച്ച അൻവർ ആ മണ്ഡലത്തിൽ നിന്ന് 19,000 വോട്ട് നേടി എന്നത് എങ്ങനെയാണ് മഹാസംഭവമാകുന്നത് എന്ന് ഇവരോട് ആരോടും ചോദിക്കരുത്. അൻവർ നേടിയത് വലിയ വോട്ടാണെന്നും അതുകൊണ്ട് അൻവറിന്റെ മുമ്പിൽ വാതിലടയ്ക്കാൻ കഴിയില്ലെന്നും K. സുധാകരനെ പോലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പലതവണ പറഞ്ഞതുപോലും സംശയാസ്പദമാണ്. 2016 3 മുന്നണികളെയും തോൽപ്പിച്ച് PC ജോർജ് 27,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഇവർ മറന്നുപോകുന്നു. അതിന് ന്യായം പറയുന്നത് ജോർജിന് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ പിറ്റേ തവണ 2021 ജോർജ് മത്സരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും ജോർജിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൃത്യമായി വോട്ട് ക്രോഡീകരിച്ച് LDF-ന് കൊടുത്തവരാണ്. മറുഭാഗത്ത് BJPക്ക് സ്വന്തമായി സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു. LDF UDF NDA സ്ഥാനാർത്ഥികൾക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് 41,000-ലധികം വോട്ടുകൾ ജോർജ് അന്ന് നേടിയത്. ജോർജിന് കിട്ടാത്ത മഹത്വവും ആദരവും PV അൻവറിന് കൊടുക്കുന്നതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടായിരുന്നു. ആ ഗൂഢാലോചനക്കാരെയാണ് ഇപ്പോൾ VD സതീശൻ മൂലക്കിരുത്തിയിരിക്കുന്നത്. VD സതീശൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, അൻവറിന്റെ മുമ്പിൽ ഇനി വാതിൽ തുറക്കേണ്ട സാഹചര്യമില്ല. ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്ന, വിലപേശലിന് വരുന്ന, സമ്മർദ്ദം ചെലുത്തുന്ന അൻവറെ കൂടെ ചേർക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തനായി മാറിയ VD സതീശൻ ഇങ്ങനൊരു നിലപാടെടുത്താൽ പ്രയാസമായിരിക്കും മറ്റുള്ളവർക്ക് അതിനെ അതിജീവിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ അൻവറിന്റെ മുമ്പിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വാതിലടച്ചിരിക്കുന്നു. താനാണ് ഏറ്റവും മഹാനായ നേതാവ്, തനിക്കൊപ്പമാണ് ലോകം മുഴുവൻ കറങ്ങുന്നത് എന്ന് വിശ്വസിച്ച് വിവരക്കേടുകൾ അലങ്കാരമാക്കിക്കൊണ്ട് നടന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിരാമം കുറിക്കുകയാണ് ഈ സംഭവത്തോടെ. റിപ്പോർട്ടർ ചാനൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാമെങ്കിലും അത് എത്ര കാലം എന്ന് കണ്ടറിയേണ്ടതാണ്. അങ്ങനെ അൻവർ എന്ന വൻമരത്തിന്റെ വീഴ്ച പൂർണ്ണമായപ്പോൾ, അതിനി തലപൊക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ ആരാണ് ഈ വീഴ്ചയുടെ പിന്നിലെ ചരടുവലിക്കാരൻ എന്ന് ലോകം അറിയേണ്ടതുണ്ട്. 2016 അൻവർ MLA ആകുന്നതിന് മുൻപും ഉന്നതമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സമ്പന്ന ബന്ധം അൻവറിനുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ തർക്കമുണ്ടായാൽ ആ തർക്കത്തിൽ ഇടപെട്ട് അതിൽ ഒരു സംവിധാനത്തെ തച്ചുടച്ച് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സ്വത്ത് കൈവശപ്പെടുത്തുന്നത് അൻവറുടെ രീതിയായിരുന്നു. അത്തരം രീതി ശക്തിപ്പെടുത്താനും അധികാരത്തിന് സുഖം അനുഭവിക്കാനുമാണ് സമ്പന്നനായ അൻവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. കോൺഗ്രസിലും DICയിലും ഒക്കെ പ്രവർത്തിച്ച് ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും ക്ലിക്കാകാതെ വന്നപ്പോൾ 2011 CPM-നെ വിലക്കെടുത്താണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നാണം കെട്ട 3ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് CPM-ന്റെ വോട്ട് മുഴുവൻ വിഴുങ്ങി അൻവർ രണ്ടാമതെത്തി. ആ ബലത്തിലാണ് അൻവർ 2016 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുന്നതും ജയിക്കുന്നതും. അങ്ങനെ ജയിച്ച അൻവർ ആവേശഭരിതനായിരുന്നു. അധികാരമില്ലാതിരുന്നിട്ടും പിടിച്ചുപറിച്ചും വഞ്ചിച്ചുമൊക്കെ സ്വത്ത് സമ്പാദിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അൻവർ അധികാരത്തിന് പിൻബലത്തോടുകൂടി പൂർവാധികം ശക്തിയോടെ പിടിച്ചടക്കൽ ആരംഭിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയും അനധികൃതമായി സ്വത്ത് കൈവശപ്പെടുത്തിയുമൊക്കെ അൻവർ ഒരുപാട് സമ്പാദിച്ചെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ ചാടിയിറങ്ങിയത് മറ്റുള്ളവരുടെ സ്വത്ത് കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. 2016 MLA ആയ ഉടൻ തന്നെ അൻവർ നിലമ്പൂരിലെ റീഗൽ എസ്റ്റേറ്റ് കൈവശപ്പെടുത്താൻ തീരുമാനിച്ചു. കൊല്ലം സ്വദേശിയും നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് 200 ഏക്കറിലധികം എസ്റ്റേറ്റ് ഉള്ള ആളുമായ മുരുകേഷ് എന്ന പ്ലാന്ററുടെ ഭൂമി കൈവശപ്പെടുത്തുകയായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. തിരുവനന്തപുരത്തെ പ്രമുഖനായിരുന്ന പ്ലാന്റർ റീഗൽ ശ്രീധരന്റെ മരുമകനാണ് മുരുകേഷ്.
റീഗൽ ശ്രീധരൻ ഭൂപരിഷ്കരണ നിയമം ബാധിക്കാതിരിക്കാൻ തന്റെ ഒരു സഹോദരന്റെ പേരിലേക്ക് 20 ഏക്കർ ഭൂമി എഴുതി കൊടുത്തിരുന്നു. എന്നാൽ ആ ഭൂമിയുടെ അവകാശം ഒരു പവർ ഓഫ് അറ്റോർണിയിലൂടെ ശ്രീധരൻ കൈവശം വെച്ചിരുന്നു. ഇതിനിടയിൽ സഹോദരൻ മരിക്കുന്നു. സഹോദരൻ മരിച്ചതോടെ പവർ ഓഫ് അറ്റോർണിക്ക് വിലയില്ലാതാവുകയും സഹോദരന്റെ മകൻ അതിൽ അവകാശം ഉന്നയിക്കുകയും ചെയ്യുന്നു. നിയമപരമായി സഹോദരന്റെ മകന് കിട്ടുന്നത് കൊണ്ട് ശ്രീധരനും മുരുകേഷും അതിന്റെ പിന്നാലെ പോയില്ല. ഇവിടെയാണ് അൻവർ പ്രത്യക്ഷപ്പെടുന്നത്. റീഗൽ ശ്രീധരന്റെ എസ്റ്റേറ്റിൽ അനധികൃതമായി സഹോദരൻ കൈവശപ്പെടുത്തിയ, എന്നാൽ റീഗൽ ശ്രീധരനും മകനും ഉപേക്ഷിച്ച 20 ഏക്കർ ഭൂമിക്ക് ടോക്കൺ കൊടുക്കുന്നു. യാതൊരു രേഖയുമില്ലാതെ ആ ഭൂമി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമിയുടെ പേരിൽ റീഗൽ എസ്റ്റേറ്റ് മുഴുവൻ സ്വന്തമാക്കി എന്ന തരത്തിൽ അൻവർ രംഗപ്രവേശം ചെയ്യുകയാണ്. റീഗൽ എസ്റ്റേറ്റിന്റെ ഗേറ്റ് തകർത്ത് ബോർഡ് മാറ്റിക്കൊണ്ട് അൻവർ രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് മുരുകേഷ് വിവരം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ മുരുകേഷിന്റെ ഭാര്യാപിതാവ് റീഗൽ ശ്രീധരൻ മരിച്ചിരുന്നു. അന്ന് മുരുകേഷിനെ വിളിച്ച് അൻവർ പറഞ്ഞു, ആ എസ്റ്റേറ്റ് ഇനി എൻ്റേതാണ്, അവിടെ കയറി പോവരുത്, അവിടെ കയറിയാൽ നിന്റെ കാലും കൈയും വെട്ടും, കൊല്ലത്തുകാരൻ നിലമ്പൂരിൽ വന്ന് വിളയാമെന്ന് കരുതണ്ട, ആകാശത്തും ഭൂമിയിലും നിന്നെ പൊറുപ്പിക്കുകയില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ. അപ്പോൾ മുരുകേഷ് ചോദിച്ചത് വാങ്ങിയതിന് തെളിവുണ്ടോ എന്നാണ്. തെളിവൊന്നും തരാൻ എനിക്ക് സൗകര്യമില്ല, എൻ്റെ വാങ്ങൽ ഇങ്ങനെയാണ്, ഞാൻ കൈവശപ്പെടുത്തിയാൽ എൻ്റേത് തന്നെയാണ് എന്ന് പറഞ്ഞ് അൻവറും കൂട്ടാളികളും റീഗൽ മുരുകേഷിന്റെ 200 ഏക്കറോളം ഭൂമി സ്വന്തമാക്കി. ഇതിനെതിരെ മുരുകേഷ് കേസ് കൊടുത്തു. പൂക്കോട്ടുംപാടം പോലീസ് അൻവറെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. ആ കേസ് നിലനിൽക്കുമ്പോഴും മുരുകേഷിനോട് പുച്ഛമായിരുന്നു അൻവറിന്. ഇതിനേക്കാൾ വലിയവന്മാരെ വീഴ്ത്തിയിട്ടുള്ള അൻവറിന് MLA ആയ സ്ഥിതിക്ക് വളരെ അനായാസം ഇത് കൈവശപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അൻവറിനെ വിളിക്കാനോ ചോദ്യം ചെയ്യാനോ അന്വേഷണമായി മുമ്പോട്ട് പോകാനോ പോലീസ് ശ്രമിച്ചില്ല. ഇതിനിടയിൽ മുരുകേഷും ഭാര്യയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 40ഓളം ആദിവാസികളെ കൊണ്ടും ദളിതരെ കൊണ്ടും മുരുകേഷിനും ഭാര്യയ്ക്കുമെതിരെ SC/ST ആക്ട് അനുസരിച്ച് കേസ് കൊടുത്തു. 40 കേസുകളിലെ മുരുകേഷും ഭാര്യയും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും എന്നായിരുന്നു ആഗ്രഹം. വിവരമറിഞ്ഞ മുരുകേഷ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിനു മുമ്പ് ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നീക്കം നടന്നപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രി SP-യെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതോടെ മുരുകേഷിന് ജയിൽവാസം ഒഴിവായി. ഒടുവിൽ അന്വേഷണത്തിൽ അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമാവുകയും മുരുകേഷിനെതിരെയുള്ള കേസ് റദ്ദാക്കുകയും ചെയ്തു. എന്നിട്ട് അൻവറും ഗുണ്ടാസംഘവും വെറുതെ ഇരുന്നില്ല. മുരുകേഷിനെ സ്വന്തം എസ്റ്റേറ്റിൽ കയറ്റാതിരിക്കാൻ വേണ്ടി തീവ്ര ശ്രമം നടന്നു. ഗുണ്ടകൾ ഗേറ്റുകൾ തല്ലിപ്പൊട്ടിക്കുന്നു, വാഴ വെട്ടിക്കളയുന്നു, ഏക്കർ കണക്കിന് ഭൂമിക്ക് തീയിടുന്നു, കവുങ്ങ് വെട്ടി നശിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ദ്രോഹമെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതിനെതിരെയൊക്കെ കേസ് കൊടുക്കുമ്പോൾ പോലീസ് കൈമലർത്തി. ബലമായി റബ്ബർ ടാപ്പിംഗ് നടത്തി ആദായമായി പോകാനും അൻവറിനും ഗുണ്ടകൾക്കും കഴിഞ്ഞു. അൻവറിന്റെ ഒരു സഹായിയുടെ വീട് കത്തിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മുരുകേഷിനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തു. ആ കേസിലും ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തതിന് തൊട്ടു പിന്നാലെ അൻവറെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ മറ്റൊരു കേസായി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുരുകേഷിനെ നിലം തൊടാൻ അനുവദിക്കാതെ അൻവർ മുമ്പോട്ട് പോയി. ഒടുവിൽ സാഖികെട്ട് മുരുകേഷ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി. അറിയപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകരെയും വിവരാവകാശ പ്രവർത്തകരെയും ഒക്കെ മുരുകേഷ് കൂടെ കൂട്ടി. അൻവറിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നാലെ മുരുകേഷ് ആളെ അയച്ചു. അൻവർ മേടിച്ചിട്ടുള്ള ഭൂമികൾ, അൻവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ എല്ലാം വിശദമായി വിവരാവകാശ പ്രകാരവും കണ്ടെത്തി അതെല്ലാം കേസുകളാക്കി. അങ്ങനെ അൻവറിന് ഒരിഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയാതായി. അൻവറിന്റെ എല്ലാ സ്ഥാപനങ്ങളിലെയും നിയമവിരുദ്ധ പ്രവർത്തികൾ നിയമത്തിന് മുമ്പിലേക്ക് എത്തി. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അൻവറിനെ പൂട്ടാൻ മുരുകേഷിന് കഴിഞ്ഞു. അൻവറിന്റെ തടയണ അടക്കമുള്ളവ പൊളിച്ചു മാറ്റേണ്ടി വന്നത് ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇവിടെ അൻവർ മുരുകേഷുമായി കോംപ്രമൈസിന് ശ്രമിച്ചെങ്കിലും മുരുകേഷ് വഴങ്ങിയില്ല. അൻവറിന്റെ കയ്യിൽ 1 രൂപ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയതും പൂട്ടിക്കെട്ടിയതും മുരുകേഷായിരുന്നു. ഇന്നും അവർ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ഏതാണ്ട് 7ഓളം കേസുകൾ ഹൈക്കോടതിയിൽ മാത്രം അൻവറിനെതിരെയുണ്ട്. മനാഫ് വധക്കേസിൽ അൻവർ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സഹോദര റിവിഷൻ ഹർജിയും സർക്കാരിന്റെ അപ്പീലുമാണ് അതിലൊന്ന്. സർക്കാർ അൻവറിനെ സഹായിക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചതെങ്കിലും ഇപ്പോൾ സർക്കാരുമായി ഭിന്നിച്ചതോടെ സർക്കാരും പിടിമുറുക്കിയിരിക്കുന്നു. ഫോൺ ചോർത്തലിൽ അൻവറിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുരുകേഷിന്റെ ഹർജി ഹൈക്കോടതിയിലുണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിനും ആദായ നികുതി വകുപ്പ് നടപടിയെടുക്കാത്തതിന് ആദായ നികുതി വകുപ്പിനെതിരായി വിവരാവകാശ പ്രവർത്തകൻ KV ഷാജിയുടെ കോടതിയലക്ഷ്യ ഹർജിയുണ്ട്. ആലുവ എടത്തലയിൽ നേവൽ അമ്യൂൺമെന്റ് ഡിപ്പോയുടെ അതീവ സുരക്ഷാ സോണിൽ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി നിർമ്മിച്ച 7 നില കെട്ടിടം പൊളിക്കാനുള്ള ഹർജിയുണ്ട്. പ്രസ്തുത കെട്ടിടത്തിൽ ലഹരി പാർട്ടി നടത്തിയതിനെതിരെ PV അൻവറിന് അബ്കാരി ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയുണ്ട്. PV അൻവറും കുടുംബവും കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പരിധിയിൽ കവിഞ്ഞ ഭൂമി സ്വന്തമാക്കിയതിന് പിടിച്ചെടുക്കാനായി താമരശ്ശേരി ലാൻഡ് ബോർഡിന്റെ ഉത്തരവിൽ
അൻവറിനെ സഹായിക്കാനായി നിയമവിരുദ്ധമായി ഇളവുകൾ നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെ വി ഷാജിയുടെ ഹർജിയുണ്ട്. കക്കാടംപൊയിലിൽ PV അൻവറിന്റെ പാർക്ക് തുറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിയമവിരുദ്ധമായ ഉത്തരവിനെതിരെ നൽകിയ ഹർജിയുണ്ട്. ഇങ്ങനെ 7 കേസുകൾ ഹൈക്കോടതിയിൽ മാത്രമുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തും അൻവർക്കെതിരെ പോലീസ് എടുത്ത കേസുകളും മറ്റുള്ളവർ കൊടുത്ത കേസുകളുമുണ്ട്. മംഗലാപുരത്തെ പാറമടയിലെ ചതി മുതൽ മറുനാടിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന വരെ ഇപ്പോൾ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ആയി നടക്കുന്നു. എല്ലാ അർത്ഥത്തിലും പൂട്ടപ്പെട്ട സ്ഥിതിയിലാണ് അൻവർ ഇപ്പോൾ. അവിടെയാണ് UDF-ലേക്ക് ചാടി വിപ്ലവം സൃഷ്ടിച്ച് മന്ത്രിയായി എല്ലാത്തിനും പണി കൊടുക്കാൻ അൻവർ ശ്രമിച്ചത്. എന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ചോദിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിനിറങ്ങിയപ്പോൾ തൻ്റെ ഇടമുള്ള നേതാവായി VD സതീശൻ എതിർത്തതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. എല്ലാ വാതിലുകളും UDF അടയ്ക്കുമ്പോൾ ഇനി ശിഷ്ടകാലം കേസുകളൊക്കെയായി തത്തി മുമ്പോട്ട് പോകാൻ മാത്രമേ അൻവറിന് കഴിയൂ. ഇത് നീതിയുടെ വിജയമാണ്. അൻവറിനെ പോലൊരു ക്രിമിനൽ രാഷ്ട്രീയക്കാരൻ പതിയെ കേരളത്തിൽ നിന്നും അസ്തമിക്കുകയും ഇതുവരെ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ എല്ലാം പരിഹാരം ഒരുമിച്ച് കൈപ്പറ്റുകയും ചെയ്യുന്ന അവസ്ഥ ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി വരുന്ന നാളുകളിൽ കാണാൻ കഴിയും.